ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 37. ഐസിയുവിന് മുന്നിലിരിക്കുമ്പോൾ സെക്കൻഡുകൾ മണിക്കൂറുകളായി മാറുംതോറും എല്ലാവരിലും പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമോ എന്ന ഭയവും കൂടി വന്നു. പരസ്പരം സമാധാനിപ്പിക്കാനോ സ്വയം ആശ്വാസം കണ്ടെത്താനോ കഴിയാതെ എല്ലാവരും ജീവൻ നഷ്ടപ്പെട്ട പോലെ തകർന്നിരുന്നു. തന്റെ പ്രിയപ്പെട്ടവളുടെ വീഴ്ചയിൽ നെഞ്ചുപൊട്ടി കരയുന്ന അലക്സിന്റെ അടുത്തേക്ക് വ്യാസ് ചെന്ന് തോളിൽ കൈവച്ചതും അവൻ വ്യാസിനെ ചുറ്റിപ്പിടിച്ച് തന്റെ സങ്കടമെല്ലാം കണ്ണീർ കൊണ്ട് ഇറക്കി വയ്ക്കുവാൻ ശ്രമിച്ചു. ഗീതു അലക്സിന് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ആ കാഴ്ചയിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി. ഡാ എന്റെ മാളു, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ അലക്സ് ഉണ്ടാവില്ല വ്യാസ്. അവൾക്കൊപ്പം ഞാനും കൂടെ പോകും. ഒരുപാട് കഷ്ടപ്പെട്ട അവളൊന്ന് എഴുന്നേറ്റ് നടന്നു തുടങ്ങിയത്. ഒരുപാട് വേദന അനുഭവിച്ചു. അതൊക്കെ അവൾ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടേ അവൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇന്ന് അവൾ അനുഭവിക്കുന്ന വേദന എന്തിനാണ് ഈശ്വരൻ അവളോട് ഇങ്ങനെ? സത്യം വ്യാസ്, ഇനിയും കർത്താവ് അവളെ ശിക്ഷിക്കുകയാണെങ്കിൽ, എന്നെ ഒറ്റയ്ക്കാക്കി അവൾ പോവുകയാണെങ്കിൽ അവൾക്കൊപ്പം ഞാനും പോകും. അവളില്ലാത്ത ഈ ലോകത്ത് ഒരു നിമിഷം പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ലടാ. നീ എന്തൊക്കെയാ അലക്സ് പറയുന്നേ? അവൾക്കൊന്നും സംഭവിക്കില്ല. നീ ഇങ്ങനെ തകർന്നു നിന്നാൽ ദാ നോക്ക്, പിള്ളേര് അവൾക്കത് സഹിക്കില്ലടാ. വ്യാസ് പറഞ്ഞതും അലക്സ് കണ്ടു ഗൗരിയുടെ മടിയിൽ കരഞ്ഞു തളർന്നു കിടക്കുന്ന പൊന്നുവിനെയും അമ്മുവിനെയും. ഗൗരി ലച്ചുവിനെ ചാരിയിരിക്കുന്നു. എല്ലാവരും കരച്ചിൽ തന്നെയാണ്. ഒരിക്കൽ എല്ലാവരാലും വെറുക്കപ്പെട്ടവൾ ഇന്നെല്ലാവർക്കും എത്രമാത്രം വേണ്ടപ്പെട്ടവളായിരിക്കുന്നു എന്ന തിരിച്ചറിവ് ആ അവസ്ഥയിലും അവന് സന്തോഷം നൽകി. അവന്റെ കണ്ണുകൾ മറ്റാർക്കോ വേണ്ടി അന്വേഷണത്തിലായിരുന്നു. അത് കണ്ട വ്യാസ് അവനെ വിളിച്ച് ഒരു ഭാഗത്തേക്ക് നോക്കുവാനായി കണ്ണുകൾ കൊണ്ട് കാണിച്ചു. എല്ലാവരിൽ നിന്നും അകന്നു മാറി ഈ ലോകത്തെങ്ങും അല്ല എന്ന പോലെ ചിന്തയിലാണ്ടു നിൽക്കുന്ന കണ്ണനെ കണ്ടതും അലക്സിന് നെഞ്ചിൽ വല്ലാത്ത ഭാരം തോന്നി. അറിയിച്ചിട്ടില്ല ഒരിക്കലും അവന് ജന്മം നൽകിയത് ഗീതു ആണെന്ന്. ഒരിക്കൽ മാത്രം ഗൗരി അവന് പറഞ്ഞു കൊടുത്തിരുന്നു ഗീതു ആണ് അവന്റെ അമ്മ എന്ന്. അവൾ തീരുമാനമെടുത്തിരുന്നതുമാണ്. നല്ല മനസ്സോടെ ഗീതു തിരിച്ചു വന്നാൽ കണ്ണനോട് ഗീതു അവന്റെ അമ്മയാണെന്ന സത്യം പറയുമെന്ന്. മനസ്സിലെ ദുഷിപ്പെല്ലാം മാറ്റി എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഗീതുവായി തിരിച്ചു വന്നപ്പോൾ ഗൗരിക്കും വ്യാസിനും എന്തിന്, തനിക്ക് പോലും ഭയമുണ്ടായിരുന്നു അവൾ കണ്ണനെ തിരികെ ആവശ്യപ്പെടുമോ എന്ന്. എന്നാൽ താൻ ഉൾപ്പെടെ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു അവളുടെ തീരുമാനം. അവളുടെ മരണം വരെ കണ്ണൻ അവളാണ് അവന് ജന്മം നൽകിയതെന്ന് അവൻ അറിയിക്കരുത് എന്നതായിരുന്നു അവളുടെ ആവശ്യം. എല്ലാ സത്യവും അറിയുമ്പോൾ, താൻ ചെയ്ത പാപങ്ങൾ അറിയുമ്പോൾ അവൻ തന്നെ വെറുക്കുമോ എന്നവൾ ഭയപ്പെട്ടു. ഗൗരി ഒരുപാട് എതിർത്തെങ്കിലും അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. യാതൊരു ഉപാധികളോ തിരികെ കിട്ടണമെന്ന് ആഗ്രഹമോ ഇല്ലാതെ അവൾ കണ്ണനെ സ്നേഹിച്ചു. അതിന്റെ പ്രതിഫലം എന്ന പോലെ അവനൊപ്പം ആ കുടുംബത്തിലെ എല്ലാവരും അവളെ പ്രാണന്റെ തുല്യം സ്നേഹിച്ചു. വ്യാസിൽ നിന്നും അടർന്നു മാറി അലക്സ് കണ്ണനടുത്തേക്ക് നടന്നു. കുറച്ചു മണിക്കൂറുകൾ മുന്നേ നടന്ന കാര്യങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കണ്ണന്റെ മനസ്സ്. എത്ര പെട്ടെന്നാണ് സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിന്നും ദുഃഖത്തിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തിയത്. താലി കെട്ടുവാനായി സമയമായതും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ കണ്ണനും അച്ചുവും തയ്യാറായി. അച്ചുവിനൊപ്പം നിന്നിരുന്ന ഗീതുവിന്റെ ശ്രദ്ധ അപ്പോഴാണ് സ്റ്റേജിന്റെ സൈഡിലൂടെ കണ്ണന് പിന്നിലേക്ക് നടന്നു വരുന്ന ആളിലേക്ക് പതിഞ്ഞത്. വർഷങ്ങളുടെ രൂപമാറ്റമുണ്ടെങ്കിലും അയാളുടെ കണ്ണുകളിലെ പകയിൽ നിന്നും അത് രാജേന്ദ്രനാണെന്ന് മനസ്സിലാക്കുവാൻ ഗീതുവിന് പെട്ടെന്ന് സാധിച്ചു. ഒരു നിമിഷം തരിച്ചു നിന്ന ഗീതു അയാൾ കയ്യിലിരിക്കുന്ന കത്തി കണ്ടതും വല്ലാത്തൊരു ഭയം അവളെ മൂടി. അയാൾ കണ്ണനെ തന്നെയാണ് ലക്ഷ്യമാക്കി വരുന്നത് എന്ന് കണ്ടതും ഗീതു അച്ചുവിനെ തള്ളി മാറ്റി കണ്ണനെ മുന്നിൽ നിന്നും വട്ടം പിടിച്ച് മുന്നിലേക്ക് തിരിച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകും മുന്നേ എല്ലാവരും കാണുന്നത് പിന്നിലൂടെ തറച്ചു കീറിയ കത്തിയുമായി നിൽക്കുന്ന ഗീതുവിനെയും ആ കത്തി അവളിൽ നിന്നും
വലിച്ചൂരി വീണ്ടും കണ്ണനെ കുത്താൻ ശ്രമിക്കുന്ന രാജേന്ദ്രനെയുമാണ്. കത്തി വലിച്ചൂരിയതും ഒരേങ്ങലോടെ ഗീതു തളർന്ന് കണ്ണന്റെ കൈകളിലേക്ക് വീണു. ഒരു കൈയാൽ ഗീതുവിനെ താങ്ങി പിടിക്കുന്നതിനോടൊപ്പം മറു കൈകൊണ്ട് തനിക്ക് നേരെ കത്തി വീശുന്ന ആളുടെ കയ്യിലും അവൻ കയറി പിടിച്ചു. ഗീതുവിന്റെ ദേഹത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം കണ്ടതും വല്ലാത്തൊരു ഭാവത്തോടെ അവൻ രാജേന്ദ്രന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ചവിട്ടേറ്റ് വീണ രാജേന്ദ്രനെ കണ്ട് വ്യാസും ഗൗരിയും അടക്കം പലരും ഞെട്ടുകയും എന്നാൽ അയാൾ ആരാണെന്ന് പോലും അറിയാതെ കണ്ണന്റെ മുന്നിൽ നടന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പോലും ആകാതെ മറ്റുള്ളവരും തരിച്ചു നിന്നു. വീണ്ടെടുത്തു നിന്നും വീറോട് ചാടി എഴുന്നേറ്റ രാജേന്ദ്രനെ വ്യാസും വേദും രോഹിത് ചേർന്ന് പിടിച്ചു വെച്ചു. വിടറന്നെ, സ്വന്തം മകൻ കൺമുന്നിൽ വീണ് മരിക്കുന്ന കാഴ്ച എന്നെ പോലെ നീയും കാണണം. അതിന്റെ വേദന നീയും ദാ ആ നിൽക്കുന്നവളും അനുഭവിക്കണം. അതിനു വേണ്ടിയാടാ ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത്. രാജേന്ദ്രന്റെ വാക്കുകൾ വ്യാസിലും ഗൗരിയിലും വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കി. നിവേദും അലക്സും നീതുവും പൊന്നുവും കൂടി ഗീതുവിനെ അപ്പോഴേക്കും കണ്ണന്റെ അടുത്തു നിന്നും എടുത്തുകൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ബോധമില്ലാതെ ചോര വാർന്നു കിടക്കുന്ന ഗീതുവിന് ഓർമ്മ വന്നതും അടക്കാനാവാത്ത ദേഷ്യത്താൽ എല്ലാരും കൂടി പിടിച്ചു വെച്ചിരിക്കുന്ന രാജേന്ദ്രനെ കണ്ണൻ അത്യധിക ദേഷ്യത്തോടെ തല്ലിച്ചതച്ചു. ഇനിയും പിടിച്ചു മാറ്റിയില്ലെങ്കിൽ അയാളെ കണ്ണൻ കൊല്ലുമെന്ന് തോന്നിയതും എല്ലാവരും ചേർന്ന് കണ്ണനെ പിടിച്ചു മാറ്റി. തന്റെ മോൻ ചത്തൊടുങ്ങിയെങ്കിൽ അതിന് കാരണക്കാർ എന്റെ അച്ഛനും അമ്മയുമല്ല, തന്റെ വളർത്തു ദോഷവും അവന്റെ കയ്യിലിരിപ്പും കൊണ്ടാണ്. പണത്തിനും സ്വത്തിനും വേണ്ടി താൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമാണ് അവന്റെ മരണം. അതിന്റെ പേരിൽ താനിപ്പോ കാണിച്ചു കൂട്ടിയതിൽ എന്റെ മമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പച്ചയ്ക്ക് കൊടുത്തു തന്നെ ഞാൻ. കണ്ണന്റെ വാക്കുകൾ എല്ലാവരിലും പകച്ചു നിന്നു. കുട്ടികളിൽ ആരോടും തന്നെ രാജേന്ദ്രനെയോ വിനായകനെയോ പറ്റി പറഞ്ഞിട്ടില്ല. എന്നിട്ടും കണ്ണൻ എങ്ങനെ അതറിഞ്ഞു എന്ന് എല്ലാവരിലും സംശയമുണ്ടാക്കി. വേദ് വിളിച്ചത് പ്രകാരം പോലീസ് അപ്പോഴേക്കും അവിടേക്ക് എത്തിയിരുന്നു. തല്ലുകൊണ്ട് അവശനായി കിടക്കുന്ന രാജേന്ദ്രനെ കൊണ്ടുപോകാൻ നോക്കിയതും സർവശക്തിയുമെടുത്ത് അവരെ തട്ടിമാറ്റി ഒരിക്കൽ കൂടി കണ്ണന് നേരെ കത്തി വീശിയ അയാളെ പോലീസ് വെടിവെച്ചു വീഴ്ത്തി. ഒരു പിടച്ചിലൂടെ ആ ആത്മാവ് ആ ദേഹത്തിൽ നിന്നും മുക്തി നേടി. മോക്ഷത്തിനു വേണ്ടി ഇനിയും വർഷങ്ങൾ അറിയേണ്ടി വരും എന്നറിയാതെ ഗീതിക അലക്സിന്റെ ഒപ്പമുള്ളവരോട് ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഐസിയുവിന് പുറത്തേക്ക് വന്നു പറഞ്ഞ സിസ്റ്ററുടെ വാക്കുകളാണ് കണ്ണനെ ഓർമ്മകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. കണ്ണനടുത്തേക്ക് നടന്നു തുടങ്ങിയ അലക്സ് കണ്ണനെയും വ്യാസിനെയും ഒന്ന് നോക്കി ഡോക്ടറുടെ അടുത്തേക്ക് നടന്നു. പുറകെ തന്നെ വ്യാസും കണ്ണനും ചെന്നു. സി മിസ്റ്റർ അലക്സ്, ഗീതയ്ക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത് കരളിനാണ്. കത്തി വലിച്ചൂരിയതിൽ കരളിന് 90% ഡാമേജ് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു സർജറി നടത്തിയില്ലെങ്കിൽ. നടത്തിക്കോളൂ ഡോക്ടർ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പണം ഒരു പ്രശ്നമല്ല. എനിക്ക് അവളെ ജീവനോട് തിരിച്ചു വേണം. ഡോക്ടറുടെ വാക്കുകൾ പൂർത്തിയാകും മുന്നേ അലക്സ് പറഞ്ഞു നിർത്തി. അലക്സ്, പണമല്ല പ്രശ്നം. ഒന്നാമത്തെ കാര്യം, ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റയറായിട്ടുള്ള AB നെഗറ്റീവാണ്. മാത്രമല്ല ആൾക്ക് മാച്ചിങ് ആയുള്ള ഒരു ലിവർ ഡോണർ വരണം. ഇത് രണ്ടും ഒത്തുവന്നാലേ ഓപ്പറേഷൻ നടക്കൂ. ഗീതികയുടെ മക്കളോ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളോ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മാച്ചിങ് നോക്കാം. നമ്മുടെ പക്കൽ അധിക സമയമില്ല. ഡോക്ടറുടെ വാക്കുകൾ അവരെ വല്ലാതെ തളർത്തി. വ്യാസിനും അലക്സിനും ഒരേ സമയം കണ്ണന്റെ മുഖം ഓർമ്മ വന്നു. എന്നാൽ സത്യങ്ങളെല്ലാം അവൻ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്ന് ഓർമ്മ വന്നതും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഉളറി. പെട്ടെന്നാണ് അലക്സിന് ഗൗരിയെ ഓർമ്മ വന്നത്. അവൻ സമയം കളയാതെ വേഗം തന്നെ ഗൗരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവന്റെ ഓട്ടം കണ്ട് കാര്യം അറിയാതെ പുറകെ കണ്ണനും വ്യാസും അവരുടെ അടുത്തേക്ക് നടന്നു. ഗൗരി, മാളുവിന് നീ ലിവർ പകുത്തു നൽകുമോ? നിങ്ങളെ രണ്ടാളെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആവില്ലേ? പ്ലീസ്, അവളെ ജീവൻ രക്ഷിക്കാൻ നീ സഹായിക്കില്ലേ? നെഞ്ചു തകർന്ന് തന്റെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ടപ്പോൾ ഗൗരി തകർന്നുപോയി. ഇല്ല,
ഇല്ല ഏട്ടാ, ഞാനും അവളും ഒരേ ഗ്രൂപ്പല്ല. പിന്നെ എങ്ങനെയാ? അവൾക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ പൂർത്തിയാക്കും മുന്നേ അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ വാക്കുകൾ കേൾക്കെ തന്നിൽ പൊട്ടിമുളച്ച പ്രതീക്ഷകൾ അസ്തമിക്കുന്നത് പോലെ അലക്സിന് തോന്നി. അവൻ അടുത്തുള്ള കസേരയിൽ തളർന്നിരുന്നു. അത് കണ്ടതും കണ്ണൻ ഓടിച്ചെന്ന് അയാളെ പുണർന്നു. പപ്പ, ഓപ്പറേഷൻ നടക്കും. ഞാൻ ഉണ്ടല്ലോ. എൻ്റെ മമ്മിക്ക് ഞാൻ കൊടുക്കും എൻ്റെ കരളിൻ്റെ പാതി. എൻ്റെ ജന്മം ആ ഉദരത്തിൽ നിന്നായതുകൊണ്ട് തന്നെ 100% മാച്ചിങ് ഉണ്ടാവും. അവന്റെ വാക്കുകൾ എല്ലാവരിലും വല്ലാത്തൊരു നടുക്കം സൃഷ്ടിച്ചു. ഗൗരി ബലം നഷ്ടപ്പെട്ട് തളർന്നു വീഴാൻ തുടങ്ങിയതും വ്യാസ് അവളെ ചേർത്ത് പിടിച്ചു. അടുത്ത നിമിഷം അവളിൽ ഭയം നിറഞ്ഞു. അവന്റെ അമ്മ ആരാണെന്ന സത്യം അവൻ അറിഞ്ഞിരിക്കുന്നു. അവനോട് ഇത്രയും കാലം അത് മറച്ചു വെച്ചതുകൊണ്ട് അവൻ തന്നെയും വ്യാസിനെയും വെറുക്കുമോ എന്നവൾ ഭയപ്പെട്ടു. വ്യാസ്, കണ്ണൻ, അവൻ എല്ലാം എങ്ങനെ? ഇടറി ശബ്ദത്തോടെ ഗൗരി ചോദിക്കുമ്പോൾ അവൾക്ക് എന്തും മറുപടി പറയണം എന്ന് അവനും അറിയില്ലായിരുന്നു. കാരണം കണ്ണൻ എല്ലാ സത്യങ്ങളും അറിയാമെന്നത് അവനും പുതിയ അറിവായിരുന്നു. ചുവരിൽ ചാരി തളർന്നു നിൽക്കുന്ന വ്യാസിനെയും ഗൗരിയെയും കണ്ടപ്പോൾ കണ്ണന് ഹൃദയത്തിൽ രക്തം പൊടിഞ്ഞു. ഓടിച്ചെന്ന് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ സത്യം അറിഞ്ഞിട്ടും കണ്ണൻ തങ്ങളിൽ നിന്നും അകന്നിട്ടില്ല എന്നറിവ് അവരിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കി. കണ്ണ, നീ... നിറകണ്ണുകളാലെ തന്നോട് എന്തോ പറയാനായി വന്ന ഗൗരിയുടെ വായ തന്റെ കൈകളാൽ അവൻ മൂടിപ്പിടിച്ചു. ഒന്നും പറയണ്ട അമ്മ. വർഷങ്ങൾക്ക് മുന്നേ യാദൃശ്ചികമായി നിങ്ങളുടെ സംസാരത്തിൽ നിന്നും കുറച്ച് സത്യങ്ങൾ ഞാൻ കേൾക്കാനിടയായി. കേട്ടതൊക്കെ സത്യമാണോ എന്നുറപ്പിക്കാനും അറിയാതെ പോയ എല്ലാ കാര്യങ്ങളും അറിയാനുമായി ഞാൻ പോയത് മമ്മയുടെ അടുത്തേക്കാണ്. പറഞ്ഞു തന്നു എല്ലാം. എല്ലാം അറിഞ്ഞപ്പോൾ മമ്മയോട് ഒരുപാട് ദേഷ്യം തോന്നി. എന്നാൽ ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് ഒരിക്കലും അമ്മ അറിയരുതെന്നും അറിഞ്ഞാൽ അമ്മ തളർന്നു പോകുമെന്നും മമ്മ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ മമ്മയുടെ സ്നേഹം. സ്വന്തം അനിയത്തിയെ ഒരിക്കൽ ഒരുപാട് വേദനിപ്പിച്ചവൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഇനി ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരരുത് എന്ന് മമ്മയുടെ ആഗ്രഹമായിരുന്നു. അത് ഞാൻ നിറവേറ്റി. എൻ്റെ അച്ഛനും അമ്മയും നിങ്ങൾ തന്നെയാ. കണ്ണൻ്റെ മരണം വരെ അത് അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ എൻ്റെ മമ്മയ്ക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. അത് നടത്തി കൊടുക്കണമെങ്കിൽ ആദ്യം ഈ ഓപ്പറേഷൻ നടക്കണം. മമ്മ ആരോഗ്യവതിയായി തിരിച്ചു വരണം. ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ നടന്നു. 100% മാച്ചിങ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓപ്പറേഷൻ സക്സസ് ആയി. ദിവസങ്ങൾ കടന്നുപോകെ കണ്ണനും ഗീതവും ആരോഗ്യം വീണ്ടെടുത്തു. എന്നാൽ ഇതിനിടയിൽ ഒരിക്കൽ പോലും കണ്ണൻ ഗീതുവിനെ കാണുവാൻ ചെല്ലുകയോ താനാണ് ഡോണർ എന്ന് ഗീതുവിനെ അറിയിക്കുവാൻ സമ്മതിക്കുകയോ ചെയ്തില്ല. ഇച്ചായ, കണ്ണൻ, അവൻ എന്താ എന്നെ കാണാൻ വരാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒന്നുമില്ല, അവൻ വരും. എന്തെങ്കിലും തിരക്കും കാണും അവന്. അവളെ സമാധാനിപ്പിക്കാനായി പറയുമ്പോഴും അതൊന്നും അവൾ വിശ്വസിക്കില്ല എന്ന് അലക്സിന് ഉറപ്പായിരുന്നു. അലക്സ് മരുന്ന് വാങ്ങുവാനായി പുറത്തുപോയതും ഗീതു ചിന്തകളിൽ മുഴുകി കണ്ണടച്ച് കിടന്നു. അമ്മേ! കണ്ണന്റെ ശബ്ദത്തിൽ ആ വിളി വന്നതും ഗീതു ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു. അവനെ മുന്നിൽ കണ്ടതും അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. ഒരു ചെറുചിരിയോടെ കണ്ണൻ ഗീതുവിനടുത്ത് ചെന്നിരുന്നു. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവന്റെ ചോദ്യം കേട്ടതും അവൾ പുഞ്ചിരിച്ചു. അപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞൂല്ലേ? നീ തന്നെയാണല്ലേ എനിക്ക് കരൾ പകുത്തു നൽകിയത്. ഞാനല്ലേ അത് ചെയ്യേണ്ടത്? എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? പിന്നെ അമ്മ എന്നോട് പറഞ്ഞ ആഗ്രഹം ആയിരുന്നില്ലേ ഇത്? എല്ലാവരും എല്ലാം അറിയുന്ന സമയത്ത് ഒരു പ്രാവശ്യം, ഒരു തവണ ഞാൻ മമ്മ എന്ന് മാറ്റി അമ്മ എന്ന് വിളിക്കണമെന്ന്. അതും ദാ ഇപ്പോൾ നടത്തി തന്നിരിക്കുന്നു. മതി കണ്ണ, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് എനിക്കിപ്പോൾ ഈ നിമിഷം മോക്ഷം കിട്ടിയിരിക്കുന്നു. മതി, ഇനി ഒരിക്കലും മോൻ എന്നെ അമ്മ എന്ന് വിളിക്കരുത്. ഗൗരിയാണ് നിന്റെ അമ്മ. നിന്റെ മരണം വരെയും അതങ്ങനെ തന്നെ മതി.
സന്തോഷത്താൽ അവൻ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു ചുവരിനപ്പുറം തൻ്റെ കൂടപ്പിറപ്പിൻ്റെയും മകൻ്റെയും തന്നോടുള്ള സ്നേഹത്തിൽ ഹൃദയം നിറഞ്ഞ് അവൾ കണ്ണീരിനിടയിലും പുഞ്ചിരിച്ചു. ഒരിക്കൽ നഷ്ടപ്പെട്ടതാണ് തൻ്റെ പ്രണയവും കൂടപ്പിറപ്പിൻ്റെ സ്നേഹവും. എന്നാൽ ഇത് രണ്ടും തനിക്ക് തിരിച്ചു ലഭിച്ചിരിക്കുന്നു. കൂടെ തന്നെ പ്രാണനായി കാണുന്ന താൻ ജന്മം നൽകാത്ത തൻ്റെ മകനെയും. കണ്ണൻ അച്ചുവിൻ്റെ കഴുത്തിൽ തൻ്റെ പേര് കൊത്തിയ താലി ചാർത്തുമ്പോൾ നിറഞ്ഞ മനസ്സോടെ ആ രണ്ടമ്മമാരും അവനെ അനുഗ്രഹിച്ചു. പൊന്നുവും അമ്മുവും നിവേദും തങ്ങളുടെ ചേട്ടനെയും ഏടത്തിയെയും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചു. പുതിയ ജീവിതത്തിനും സന്തോഷങ്ങൾക്കും അവിടെ തുടക്കം കുറിച്ചു. അവരുടെ സന്തോഷം ഒരിക്കലും ഇനി അവസാനിക്കാതിരിക്കട്ടെ.